ഒപ്പോടെ F31 സീരീസ് ആണ്. ഈ ഫോൺ വർക്കിംഗ് ആണോ എന്ന് നോക്കാവോ? എന്താ നിനക്ക് കയ്യില്ലേ? വർക്കിംഗ് ആണ്. ഫാൻഡാ. താങ്ക് യു. നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാല് പെപ്സി. എന്തിലോ വീണു മധുരമില്ലാത്ത പായസം പോലെ. പിന്നെ വരാൻ പോകുന്നത് അത് ഡിറ്റർജന്റ് വേണേ കുറച്ച് അടിച്ചോ. ഇയാൾക്ക് എന്താണ് വയ്യേ? അടിച്ചു ശരിക്കും അടിക്കും പതയട്ടെ പൊട്ടിത്തെറി. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഫോൺ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ താഴേക്ക് വീഴാൻ ഉണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റില്ല. അങ്ങാട് കളിക്കല്ലേ, അതൊരു പെശക് സാധനം ഉണ്ടാ. ഇത് പൊട്ടത്തില്ല. ഒന്ന് എറിഞ്ഞു തന്നെ ഞാൻ പൊട്ടിച്ചരാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ. അത് എറിഞ്ഞാ പൊട്ടിക്കാൻ. അതെ ഞാൻ Killing you is very easy, Marco. But ഈ വേദന നീ അറിയണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നമ്മൾ ഇങ്ങനെയൊക്കെ എറിയണം, അല്ലെ? ഇങ്ങനെയൊക്കെ എറിയണമെങ്കിൽ എറിഞ്ഞല്ല ആക്സിഡന്റലി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നേ. ചേട്ടൻ ഡ്രില്ല് ചെയ്തോ? ഇത് കഴിഞ്ഞില്ല. ഇത് പൊട്ടിയതിന്റെ പൈസ പൊട്ടിക്കഴിഞ്ഞാൽ പൈസ ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഒരു ഫോണിനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാം അങ്ങനെല്ലാം നമ്മളിപ്പോ പീഡിപ്പിച്ചു. 5 ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്. മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില്. ഗെയിം കളിക്കാറുണ്ടോ? ഇല്ല. കള്ളം പറഞ്ഞാൽ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. ഫോട്ടോ വീഡിയോ എടുക്കാറുണ്ട്? ഇല്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഒന്നും എടുക്കാറില്ല. പിന്നെ ഫോൺ എന്തിനാ? ആരും വിളിക്കുമ്പോ എടുക്കാൻ. ഒരു സാധു കൊറേ നേരം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫോണിനകത്ത് ഹീറ്റ് ആവാറുണ്ടോ? ഫോൺ ഹീറ്റ് ആവാറുണ്ടാവും. ഹീറ്റ് ആവുന്ന അത്ര ഉപയോഗിക്കാറില്ല. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം ഉപയോഗിക്കാറില്ല. നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഫോൺ ഹീറ്റ് ആവുന്ന അത്ര ഉപയോഗിക്കാറില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ. അത് ചുമ്മാ. ഞാൻ അങ്ങനൊന്നും അല്ല കേട്ടേക്കുന്നത്. അല്ല എത്ര രൂപ തരും ഈ ഒരു ഫോണിന്? ഈ ഒരു ഫോണിന് എല്ലാം കൂടെ ഒരു 5000 രൂപ തരും. അതിച്ചിരി കൂടുതലല്ലേ? അത് തമാശ. 5000 രൂപ അത് ഭയങ്കര കുറവാ. കറക്റ്റ് പറ. എന്താന്ന്? കറക്റ്റ് എമൗണ്ട് പറ. ധ്യാൻ ചേട്ടൻ ആയോണ്ട് വിനീതേട്ടൻ അനിയനായോണ്ട് എനിക്കൊരു 22,999 രൂപ വന്നു കഴിഞ്ഞാല് ശ്രീനിവാസന്റെ മോനും കൂടെ ആയതുകൊണ്ട് 15000 രൂപ. അവസ്ഥയാണല്ലേ ദാരിദ്ര്യം. ശ്രീനിവാസന്റെ മോനും കൂടെ ആയതുകൊണ്ട് 15000 രൂപ. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ? ഇതിനോട് സംസാരിച്ചെന്ന് എന്റെ തലയുടെ ഐസി പോവും. വിട്ട് കളവർക്കിച്ച ചീളി കാശുകള്. എന്നാ ഒരെണ്ണം എടുക്കട്ടോ. ഓർമ്മ എടുത്തോ? തോക്കാൻ മനസ്സില്ല വിജയ. പിന്നല്ല ഇനി ഇച്ചിരി ബലം പിടിച്ചോട്ടെ. പിന്നെ